ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. എൻ്റെ 10 വർഷത്തെ കുക്കിംഗ് ജീവിതത്തിനിടയിൽ ഇതുവരെ ഞാൻ ഉണ്ടാക്കാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബീഫ് ബിരിയാണി. യൂട്യൂബ് അമ്മച്ചിയുടെ നിർദ്ദേശപ്രകാരം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കാർന്നോത്തി വിശക്കണം അമ്മേന്ന് പറഞ്ഞു വന്നു. പാട്ടും പാടി കഥയും പറഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് കാർന്നോത്തിന് ഞാനൊരു സൈഡാക്കി. പുതിയ പാചക പരീക്ഷണങ്ങൾ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഒരു ഹരമാണ് എന്ന് ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു, എൻ്റെയും നമ്മുടെ മക്കളുടെയും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള പാചക പരീക്ഷണങ്ങൾ മതിയെന്ന്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ പാചകം ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഫേമസ് യൂട്യൂബറുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാനതങ്ങ് കോപ്പി അടിച്ചതാ. കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ്, ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, നാരങ്ങനീര്, തൈര്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ഒരു മീഡിയം ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ഇളക്കി ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കഴുകി വൃത്തിയാക്കിയ ബിരിയാണി അരി വെള്ളം പോകാൻ വെക്കാം. ഒട്ടും സമയം കളയേണ്ട ഒരു ഫ്രൈ പാൻ എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക. ശേഷം അതിലേക്ക് തന്നെ കുറച്ച് സവോളയും വറുത്ത് കോരി എടുക്കാം. റസ്റ്റിലിരുന്ന ബീഫിൻ്റെ അടുത്ത് നമുക്കിനി റോസ്റ്റ് ചെയ്യാം. ബീഫിലൊട്ടും വെള്ളം ചേർക്കേണ്ട. ഒരു 3-4 വിസിലടിക്കുന്നതോടെ ബീഫ് നല്ലോണം വെന്ത് കിട്ടും. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ സവോള വറുത്തോരി ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ബേ ലീഫ് ഇത്ര ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് വരുമ്പോൾ അരിയിട്ട് വേവിച്ചെടുക്കണം. ബീഫ് വെന്തു ചോറുമായി. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ആദ്യം ബീഫ് ചേർക്കാം. ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവണം കേട്ടോ. മുഴുവൻ വറ്റി അങ്ങോട്ട് ഡ്രൈ ആയി പോകരുത്. അതിന് മുകളിലായി കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി വറുത്ത് വെച്ച സവാള കുറച്ച് ചേർക്കാം. ഞാൻ വറുത്ത് വെച്ച സവാള കുറച്ച് കരിഞ്ഞു പോയിരുന്നു കേട്ടോ. അതിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിന് മുകളിലായിട്ട് വേവിച്ച് വെച്ച ചോറ് ചേർക്കാം. അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഒക്കെ വിതറി കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് നന്നായി ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ദം ബിരിയാണി റെഡി. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് സാലഡോ അച്ചാറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ആക്രാന്തം മുത്തത് കാരണം ഞാനൊന്നും ഉണ്ടാക്കില്ല. അതിന് മുമ്പേ തീറ്റ തുടങ്ങി. പിന്നെ വേഗം എടുത്ത് പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുത്തു. പിള്ളേർ പറഞ്ഞു അടിപൊളിയാണമ്മേ, സൂപ്പറാണമ്മേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിള്ളേരെ വിശ്വസിക്കാൻ കൂടില്ല. കാരണം ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അവർ ഇതന്നെ പറയാറ്. അതുകൊണ്ട് കറക്റ്റ് ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ എൻ്റെ കെട്ടിയവൻ തന്നെ വരണം. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന ഭർത്താവിൻ്റെ മുമ്പിലേക്ക് ബിരിയാണി വെച്ച് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. ബിരിയാണി കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. 1 കിലോ ബീഫും അതിൻ്റെ കാശും പോയോ എന്ന് ആലോചിച്ചിട്ടാണേ. കഴിച്ച് നോക്കി അടിപൊളിയാണെന്ന് പറഞ്ഞോടെ എനിക്ക് സമാധാനമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പാചകവും. നാളെ വേറൊരു വീഡിയോ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സി യു.